വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം അഗ്രേ വാചയതി പ്രഭജ്ഞനസുതോ തത്വം മുനിഭിഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിः പരിവൃതം രാമം ഭജേ ശ്യാമളം. കുങ്കുമാങ്കിതവർണായ കുന്ദേന്ദുധവളായ വിഷ്ണുവാഹന നമസ്തുഭ്യം നമസ്തേ പക്ഷിരാജായ തേ നമഃ. യസ്യദ്വിതരവക്ത്രാഭ്യവാദിഷാദ്യപരശതം വിഘ്നം നിഘ്നന്തി സതതം വിക്ഷസ്യേനം തമാശ്രയേ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനം ഹയഗ്രീവമുപാസ്മരേ. സപ്തപ്രാകാരമധ്യേ സരസിജനിലയേ കാവേരീ മധ്യദേശേ ശേഷേ ശയ്യാസ്നിഭൂതേ ശയനവരിഗഹം ഭോഗിമധ്യേ ശയാനം നിദ്രാമുദ്രാഭിരാമം കടിനികടശിരാ പാർശ്വവിന്യസ്തഹസ്തം പത്മാധാത്രീകരാഭ്യം പരിവൃതപതിപദം രംഗനാഥം ഭജേഹം. യോ നിത്യമച്യുതോദാംബുജയുഗ്മരുഗ്മാ വ്യാമോഹിതസ്തരാണി തൃണായ മേനെ അസ്മദ്ഗുരോർഭഗവതോസ്യ ദയൈകസിന്ധോ രാമാനുജസ്യ ശരണോ ശരണം പ്രപദ്യേ. ലക്ഷ്മീനാഥ സമാരംഭം നാഥയാമുനമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ. കവിതാർഹിഹ സിംഹായ കല്യാണഗുണശാലിനെ ശ്രീമദ് വെങ്കിടനാഥായ വന്ദേ വേദാന്ത ഗുരവേ നമഃ. മാതാപിതാ യുവതയസ്തനയാ വിഭൂതി സർവം യദേന നിയമേന മദന്വയാനം ആദ്യസ്യ കുലപതേർവകുലാഭിരാമം ശ്രീമത്തദാംഗ്രീവളം പ്രണമാമി മൂർധന. ഓം നമോ ഭഗവതേ വാസുദേവായ നമോ നാരായണായ. മധ്യാഹ്നത്തില് കുറച്ച് ഭാഗങ്ങളെ നമ്മൾ അനുസ്മരിക്കാൻ സാധ്യമായി. സമയം നമുക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ള ഒരു സംശയം മൂലമാണ് നമ്മൾ വൈകിട്ടത്തേക്ക് പ്രഭാഷണം അല്ലെങ്കിൽ കഥകളെ പറയാനായിട്ട് നമ്മൾ സമയം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ മധ്യാഹ്നത്തിൽ കുറച്ച് സമയം നമുക്ക് ലഭിച്ചത് കൊണ്ട് മധ്യാഹ്നത്തിൽ നമ്മൾ സൂചിപ്പിച്ചു. അതിനെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചെടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യ സർഗത്തില് അവിടെ സൂചിപ്പിച്ചു നാരദ മഹർഷി അവിടെ തപസ്വാധ്യായ നിരതം തപസ്വീ വേദവദ വരാംബിതം നാരദാദി മുനിവ പ്രച്ഛ വന്ദേ മുനിപുങ്കവം. അപ്പൊ തപസ്സില് ഇരുന്നു കൊണ്ടിരുന്ന വാൽമീകിയുടെ ആശ്രമത്തില് സീതാദേവിയെ രാമൻ പരിത്യജിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ ആ സംശയത്തെ നാരദൻ വന്ന് ആ സംശയം മാറ്റിക്കൊടുത്തു. എങ്കിലും പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധ്യമായില്ല എന്നാണ്. പിന്നീട് സന്ധ്യാവന്ദനത്തിന് പുറപ്പെട്ടു പോകുന്ന അവസരത്തിൽ ക്രൗഞ്ചമിഥുനങ്ങളെ ഒരു കാട്ടാളൻ നെയ്യുന്നത് കണ്ട് അതിൽ നിന്നും ആ ശോകത്തിൽ നിന്നും ഒരു ശ്ലോകമുണ്ടായി. മാനുഷാദ എന്ന് തുടങ്ങുന്ന ആ വളരെ വിഖ്യാതമായ ആ ശ്ലോകം. പിന്നീട് തിരിച്ച് ആശ്രമത്തിലെത്തിയപ്പോൾ ബ്രഹ്മദേവനെ അവിടെ കണ്ടുമുട്ടുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, അല്ലയോ വാൽമീകി, അങ്ങയുടെ മനസ്സിൽ തോന്നിയത് ഒരിക്കലും ശോകമായിട്ട് അങ്ങ് ചിന്തിക്കരുത്. മാനുഷാദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സാക്ഷാൽ ഭഗവാൻ നാരായണന്റെ പക്ഷസിൽ നിവസിക്കുന്ന മാ ലക്ഷ്മിയാണ്. ആ ലക്ഷ്മി നാരായണന്മാരെ ആർക്കും തന്നെ പിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ ആ ശ്ലോകത്തെ ആ തരത്തില് ശോകത്തെ ശ്ലോകമാക്കി അതിനെ ഭക്തിയിലേക്ക് ബ്രഹ്മദേവൻ മാറ്റിക്കൊടുത്തു, പ്രേരണ കൊടുത്തു. രാമായണം എന്നറിയപ്പെടുന്ന ആദ്യ കാവ്യം ആചാര്യന്മാർ പറയാറ് 17 ലക്ഷത്തിൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ്. ആദ്യ കാവ്യം രചനകൾ ആരംഭിച്ചത് ഈ രാമായണത്തിലൂടെയാണ് എന്ന് വൈഷ്ണവ സമ്പ്രദായത്തില് ആചാര്യന്മാർ പറയപ്പെടും. അങ്ങനെയുള്ള ആ രാമായണം രചന ആരംഭിച്ചു. എല്ലാ കാര്യങ്ങളും വാൽമീകി മഹർഷിയെ അങ്ങയ്ക്ക് വേണ്ട രീതിയിൽ ബോധ്യപ്പെടും എന്നാണ് ബ്രഹ്മദേവന്റെ അനുഗ്രഹം. കാരണം എപ്പോഴാ ശ്രീരാമൻ ജനിച്ച 41 വർഷത്തിന് ശേഷമാണ് വാൽമീകി രാമായണം എഴുതാൻ ആരംഭിക്കുന്നത്. ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങളെ ഒന്നും വാൽമീകി മഹർഷിക്ക് അറിയില്ല. ദണ്ഡകാരണ്യത്തിൽ വന്നപ്പോൾ വാൽമീകിയുടെ ആശ്രമം സന്ദർശിച്ചതല്ലാതെ മറ്റൊരു കാര്യങ്ങളെ വാൽമീകിക്ക് അറിയില്ല. പക്ഷെ ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു. ജനനം മുതലുള്ള എല്ലാ സന്ദർഭങ്ങളും അങ്ങയുടെ മനസ്സിലേക്ക് എത്തിച്ചേരട്ടെ, എഴുതാനുള്ള പ്രേരണയായിട്ട് വന്ന് ഭവിക്കട്ടെ എന്ന ബ്രഹ്മദേവന്റെ അനുഗ്രഹം. തുടർന്ന് അവിടെ ആ വാൽമീകി എഴുതാൻ ആരംഭിക്കുന്നു. തദിതം വർത്തയിഷ്യാമി സർവം നിഖിലം അതിതാ ധർമ്മ അർത്ഥകാമ സഹിതം ശ്രോതവ്യം അനസൂയവ. ധർമാർത്ഥകാമ മോക്ഷം
പുരുഷാർത്ഥങ്ങളെ സാധൂകരിക്കുന്ന മഹാഭാരതം ഇത് തന്നെ. ഇതാണ് രണ്ട് ഇതിഹാസങ്ങൾ. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും പഠിക്കേണ്ടതുമാണ്. ഇതിഹാസ ശ്രേഷ്ഠം രാമായണം എന്നും അതിന് ഒരു മേന്മ മഹിമ പറയും. നമ്മളതൊക്കെ മധ്യാഹ്നത്തിൽ സൂചിപ്പിച്ചു. അങ്ങനെ അധ സർഗത്രയേണ ആചാര്യ പ്രസാദകാര്യം. ആദ്യത്തെ 3 സർഗങ്ങൾ ഈ 3 സന്ദർഭങ്ങളെയാണ് സൂചിപ്പിച്ചത്. പിന്നീട് അവിടെ പറഞ്ഞു 4ാമത് സർഗത്തിൽ പറയുന്നു വേദ്യ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദ പ്രാചേതസാസീത് സാക്ഷാത് രാമായണാത്മന. രാമായണം 4 വേദങ്ങളിൽ നിന്നും കാച്ചിക്കുറുക്കിയതാണ്. യജുർവേദത്തിൽ നിന്ന് രായും, സാമവേദത്തിൽ നിന്ന് മായും, യജുർവേദത്തിന്റെ യായും, അതോടൊപ്പം തന്നെ അഥർവണത്തിന്റെ നായും. അങ്ങനെ ഋഗ്, യജുർ, സാമം, അഥർവം ഇങ്ങനെ 4 വേദങ്ങളുടെയും സൂചിപ്പിക്കുന്ന രാമായണത്തെ രചന ആരംഭിച്ചു എന്നാണ്. 7 കാണ്ഡങ്ങളിലായിട്ട് 24,253 ശ്ലോകങ്ങളില് 647 സർഗങ്ങളെ കൊണ്ട് അത് വളരെ വിഖ്യാതമായ ആ രാമായണം രചിച്ചു എന്നാണ്. ഇനി പിന്നീട് വരുന്നത് ഈ രചന നടത്തി, ഇതെല്ലാം ഉത്തരകാണ്ഡത്തിലെ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് ആദ്യം പറഞ്ഞു തരുന്നത്. ഇനി എഴുതിയ ഈ ഒരു ഗ്രന്ഥത്തെ ആരാണ് പഠിപ്പിക്കേണ്ടത്? ഇതേ കാര്യം തന്നെ ഭാഗവതത്തിൽ പറയും. വ്യാസൻ രചിച്ചു മഹാഭാഗവതം. ഇത് ആരെ പഠിപ്പിക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് തൻ്റെ പുത്രനായിരിക്കുന്ന ശ്രീശുകനെ പഠിപ്പിക്കണമെന്ന് മനസ്സിലൊരാഗ്രഹം. ആ അച്ഛൻ ആവശ്യപ്പെട്ടാൽ മകൻ മുമ്പിൽ വന്നിരിക്കും, പഠിക്കും. പക്ഷെ അതുപോരാ, ശിഷ്യൻ ആഗ്രഹിച്ച് ഗുരുവിന്റെ അടുത്ത് വരണം, എങ്കിലേ വിദ്യ പൂർണ്ണമാകൂ. അല്ലാതെ ഒരാളുടെ നിർബന്ധം മൂലം എത്തിച്ചേർന്നാൽ വിദ്യ പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ ആ പ്രേരണ കൊടുത്തു എന്നാണ് ഭാഗവതത്തിൽ പറയുക. ഇവിടെ അതിന് തത്തുല്യം എന്നതുപോലെ ലവകുശന്മാര്, സീതാരാമപുത്രന്മാരായ ലവകുശന്മാര് ആശ്രമത്തില് വാൽമീകിയുടെ ഈ ഒരു ഗ്രന്ഥത്തെ, കാവ്യത്തെ അവിടെ ചർച്ച ചെയ്യുന്നത് കേട്ടും കണ്ടും പഠിച്ചു. പിന്നീട് ലവകുശന്മാര് രാജ്യത്തില് അയോധ്യയുടെ ആ ഗംഗാതീരത്തിന് സമീപമുള്ളതാണ് തമസ നദി. നാളെ നമുക്ക് കേൾക്കാം. ഭഗവാന്റെ ആ അയോധ്യയിൽ നിന്നുമുള്ള യാത്രയിൽ ആദ്യം ചെല്ലുന്നത് സുമന്ത്രരോടുകൂടി തമസാ നദിക്കരയിലാണ്. അയോധ്യയോട് വളരെ അടുത്ത് തന്നെയാണ്. അങ്ങനെയുള്ള തമസാ നദിയുടെ തീരത്ത് ആശ്രമത്തിൽ ഇരുന്ന ലവകുശന്മാർ അയോധ്യ പട്ടണത്തിലേക്കൊക്കെ എത്തിച്ചേർന്നു. അവിടെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന നൈമിഷാരണ്യം, ആ ഭൂമിയിൽ വെച്ചാണ് ഭഗവാൻ രാമചന്ദ്രൻ അശ്വമേധയാഗം നടത്തിയത്. അശ്വമേധയാഗത്തിന്റെ ചടങ്ങുകളുടെ ഇടയിൽ 2 കുട്ടികൾ വന്നു. നല്ല ഐശ്വര്യമുള്ള രാമനെ പോലെ തന്നെ ശോഭിക്കുന്ന കുട്ടികളെ യഥാസ്ഥാനത്ത് വിളിച്ചിരുത്തി അവര് ഈ രാമായണ കഥ പാടിക്കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് ഇതിഹാസം എന്ന് പറയുന്നത്. എന്താ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് നമ്മളൊക്കെ ആത്മകഥകൾ എന്ന് പറയും. കാലം കഴിഞ്ഞിട്ട് ഒരാൾ എന്ത് എഴുതിയാലും അത് ചോദിക്കാനോ പറയാനോ അതിനെ സാക്ഷ്യപ്പെടുത്താനോ സാധ്യമല്ല. ഇവിടെ രാമന്റെ 41 വയസ്സിന് ശേഷം എഴുതപ്പെട്ട രാമായണത്തെ പിന്നീട് ലവകുശന്മാരാൽ പാടി കേൾക്കുമ്പോ പറഞ്ഞു, രാമൻ ഇത് കേട്ട് ആ ഓരോ തൻ്റെ പഴയ കാര്യങ്ങളെ ഓർത്തോർത്ത് രാമൻ ഒരു ഭക്തി നിർഭരമായ ഒരു അവസ്ഥയിലേക്ക് മാറി. യജമാന സ്ഥാനത്ത് തുടങ്ങിയപ്പോൾ ഇരുന്ന രാമൻ പിന്നീട് കണ്ടത് സജ്ജനങ്ങളെ പോലെ കഥകൾ കേൾക്കാനുള്ള വേദിയിൽ സജ്ജനങ്ങളുടെ കൂടെ ഇരുന്ന് കേട്ടു എന്നാണ് പറയപ്പെടുക. അങ്ങനെയുള്ള ആ രാമചരിതത്തെ കേട്ട് ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്നാണ് രാമൻ സാക്ഷ്യപ്പെടുത്തിയത്. അതുകൊണ്ടാണ് വാൽമീകി രാമായണത്തെ ആണ് അടിസ്ഥാന പ്രമാണം. അതിനുശേഷം മറ്റ് പല രാമായണങ്ങളും ഉണ്ടായി, 3000-ലധികം. അതൊക്കെ ഇതിനു ശേഷം വന്നതാണ്. കമ്പര് മുതലായിട്ടുള്ള മഹാഭക്തന്മാര് എഴുതിയ രാമായണങ്ങൾ. അപ്പൊ അടിസ്ഥാനം വാൽമീകി രാമായണം. ആ കാലഘട്ടത്തില് രാമനാൽ സാക്ഷ്യപ്പെടുത്തിയ വാൽമീകി രാമായണം അങ്ങനെ രചിച്ചതിനെ പ്രചരിപ്പിച്ചു ലവകുശന്മാരിലൂടെ. അതാണ് ആ രാമായണത്തിന്റെ വൈശിഷ്ട്യം എന്ന് അവിടെ സൂചിപ്പിച്ചു. പിന്നീടാണ് ആ ഒരു ചരിതത്തിലേക്ക്, രാമായണ ആരംഭത്തിലേക്ക് അവിടെ എത്തിച്ചേരുന്നത്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചിരുന്നു. ആ വംശപരമ്പരകളെ ഒക്കെ രാവിലെ നമ്മൾ സൂചിപ്പിച്ചു. അവിടെ സീതാസ്വയംവരത്തിന്റെ സമയത്ത് അവിടെ വിസ്തരിച്ച് പറയും വസിഷ്ഠൻ ആ വംശത്തെക്കുറിച്ച്.
നമ്മൾ രാവിലെ സഹസ്രനാമം ജപിക്കുമ്പോൾ പറയും അവിടെ വ്യാസം വസിഷ്ഠൻ അപ്താരം ശക്തേ പൗത്രം അകൽമഷം പരാശരാത്മജം വന്ദേം ശുഗനാഥം തപോനിധി. എന്താണ് ആ ഒരു വംശപരമ്പരയുടെയൊക്കെ മഹത്വം? ഇത്തരത്തില് ഇവിടെ ആ ഭഗവാന്റെ രാമചന്ദ്രന്റെ ആ വംശത്തെ വളരെ വിസ്തരിച്ച് തന്നെ വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കും. ഞങ്ങള് ഈ പറയുന്ന ബ്രഹ്മദേവന്റെ പുത്രൻ മരീചിയുടെ പുത്രനായിട്ട് വരുന്ന ആ കശ്യപ ഗോത്രത്തില്, പിന്നെ കശ്യപന്റെ ആ വംശപരമ്പരയില് വരുന്ന കുക്ഷി, വികുക്ഷി, ഇക്ഷാകു, കുക്ഷി, വികുക്ഷി തുടങ്ങിയ ഓരോരോ രാജാക്കന്മാരുടെ കാര്യം അവിടെ അംശുമാന്റെ, ഭഗീരഥന്റെ, ഹരിശ്ചന്ദ്രന്റെ ഒക്കെ ആ ചരിതങ്ങളെ, ആ വംശപരമ്പരകളെയൊക്കെ പറഞ്ഞ് അതില് ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. 60,000 വർഷത്തോളം അദ്ദേഹം ഭൂമി ഭരിച്ചു. അത് എങ്ങനെ ഭരിച്ചു എന്ന് വാൽമീകി പറഞ്ഞു. മനുവിനെ പോലെ ഭരിച്ചു എന്നാലും സ്വർഗസുഖങ്ങൾക്ക് തത്തുല്യമായി എന്നാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സ്വർഗത്തെ ഭരിക്കുന്നത് ഇന്ദ്രനാ. അമരാവതിയില് തൻ്റെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് സ്വർഗത്തെ ഭരിക്കുന്ന ഇന്ദ്രൻ. പക്ഷെ ഇന്ദ്രന്റെ കഥകൾ നമുക്കറിയാം, പല ന്യൂനതകളും ഉണ്ട്. അതുകൊണ്ട് വാൽമീകി അവിടെ പറയുന്ന ഓരോ വാക്കും, അതുകൊണ്ടാണ് മധുരം മധുരാക്ഷരം എന്ന് വാൽമീകിയെ സൂചിപ്പിക്കുന്നത്. ഓരോ വാക്കും അളന്നും ചിന്തിച്ചുമാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. മനുവിനെ പോലെ ധർമ്മനിഷ്ഠയോടുകൂടി ഭരിച്ചു, എന്നാൽ ജനങ്ങൾക്കൊക്കെ സുഖം ലഭിച്ചു എന്നാണ്. അത്തരത്തില് വളരെ ധാർമ്മികമായ രീതിയിൽ അദ്ദേഹം ഭരണം നിർവഹിച്ചു. അദ്ദേഹത്തിന് എത്ര പത്നിമാരുണ്ടായിരുന്നു എന്ന് വാൽമീകി പറയും. ഇനി നാളെ നമുക്കത് കേൾക്കാം. ദശരഥന്റെ ദേഹവിയോഗം നടക്കുന്ന സമയത്ത് അവിടെ 700 ദശസഹസ്രം, അവിടെ അർദ്ധദശസഹസ്രം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പറയുന്ന സമയത്ത്. അപ്പം 350 കൂടാതെ കൗസല്യ, അതോടൊപ്പം തന്നെ സുമിത്ര, കൈകേയി, ഇങ്ങനെ 353 പത്നിമാരുണ്ടായിരുന്നു എന്നാണ്. പണ്ട് കാലത്ത് നമുക്ക് രാജാക്കന്മാരുടെ പരമ്പരകൾ അല്ലെങ്കിൽ ആ കഥകളൊക്കെ നമുക്കറിയാം. പല പല കാര്യങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാകാനും യുദ്ധം ഒഴിവാക്കാനും ഇങ്ങനെ പലതരത്തിൽ വിവാഹങ്ങളൊക്കെ കഴിക്കും. അങ്ങനെ വിവാഹങ്ങൾ കഴിച്ചു. പക്ഷെ അതിൽ ഒരു പുത്രി ഉണ്ടായി. അതിനെ വാൽമീകി സൂചിപ്പിക്കുന്നു. ശാന്ത എന്നാണ് പുത്രിയുടെ പേര്. എന്നാൽ തൻ്റെ സുഹൃത്തായിരിക്കുന്ന വംഗദേശത്തെ രാജാവ് രോമപാതന് സന്താനമില്ലാതെ വന്നപ്പോ തൻ്റെ പുത്രിയെ ദാനമായിട്ട് കൊടുത്തു. അങ്ങനെ വംഗദേശത്ത് ആ അംഗരാജാവായ രോമപാതൻ ആ കുട്ടിയെ സ്വീകരിച്ചു. പിന്നീട് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ പ്രശസ്തമായ വൈശാലി എന്നറിയപ്പെടുന്ന ആ സിനിമ കഥയൊക്കെ നമുക്ക് നല്ല പരിചിതമാണ്. പിന്നീട് അവിടെ ഈ വിഭാണ്ഡകന്റെ പുത്രനായിരിക്കുന്ന ഋഷ്യശൃംഖനെ മഴ ലഭിക്കാതെ തുടർന്ന് അംഗരാജ്യത്ത് രോമാപാതൻ അവിടേക്ക് ക്ഷണിച്ചു വരുത്തുന്നതും അങ്ങനെ മഴയൊക്കെ കിട്ടി. പിന്നീട് ആ ശാന്തയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതുമായ ആ ഭാഗങ്ങൾ, ശാന്തയെ കുറിച്ചുള്ള ആ ചരിതം അവിടെ പറയുന്നു. എന്നാൽ പിന്നീടും തനിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നാളെ രാവിലെ നമ്മൾ കേൾക്കുന്നത് കൈകേയിയുടെ ആ ഒരു ഭരതനെ രാജാവാക്കണം, അതിനു വേണ്ടിയിട്ട് രാമൻ കാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൈകേയിയെ ഒരു നല്ല സ്ഥാനത്തല്ല നമ്മൾ കണക്കാക്കുക. പക്ഷെ അതുകൊണ്ടാണ് രാമായണം ഇഴകീറി പഠിച്ചാൽ ഇതില് എന്താ പറയാ, നമ്മൾ ഒരു ആളെ മോശമായിട്ടും വാൽമീകി ചിത്രീകരിച്ചിട്ടില്ല. കേകയ രാജ്യത്തിലെ അശ്വപതിയുടെ പുത്രിയാണ് കൈകേയി. വിവാഹത്തിന് കന്യാശുൽക്കം എന്നറിയപ്പെടുന്ന ഒരു ചടങ്ങ് അശ്വപതി ഒരു നിബന്ധന വെച്ചിരുന്നു ധർമ്മരാജന്, ദശരഥന്. വിവാഹ സമയത്ത് എൻ്റെ മകളിൽ ഉണ്ടാകുന്ന പുത്രന് രാജ്യാധികാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ. അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് കൈകേയിയെ വിവാഹം കഴിച്ചത്. അത് ഭരതനും പറയും പിന്നീട് ശത്രുഘ്നനോട്. നാളെ നമുക്കത് കേൾക്കാം വാൽമീകി രാമായണത്തിൽ. അപ്പൊ ഇത്തരത്തില് ഒരു കഥാപാത്രത്തെയും, രാമായണത്തിലുള്ള ഒരു കഥാപാത്രത്തെയും മോശമായിട്ടൊന്നും വാൽമീകി ചിത്രീകരിച്ചിട്ടില്ല. അവിടെ ഈ 353 പത്നിമാരോടുകൂടി ദശരഥൻ 10 ദിശകളിലേക്കും രഥം ചലിപ്പിക്കാനുള്ള കഴിവ്,
മുകളിലേക്കും താഴേക്കും പിന്നീട് അഷ്ടദിക്പാലകരുടെ അഷ്ടകോണുകളിലേക്കും ഇത്തരത്തില് കഴിവുള്ള ആളായതുകൊണ്ട് ദശരഥൻ എന്നുള്ള പേര് വന്നു. സന്താന ഭാഗ്യം ഉണ്ടായില്ല, കുറെ കാലം ദുഃഖിച്ചു എന്നാണ്. മാത്രമല്ല അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വളരെ വിശേഷപ്പെട്ട രാജ്യപാലനത്തിന്, അദ്ദേഹത്തിന്റെ രാജ്യപാലനം ചെയ്തത് ധർമ്മ രാജൻ എന്നുള്ള പേരൊക്കെ ലഭിക്കാനും കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ കുറിച്ച് അവിടെ വളരെ വിസ്തരിച്ച് തന്നെ പുരാണം സൂചിപ്പിക്കുന്നുണ്ട്. അത് വളരെ സുമന്ത്രര് ഉൾപ്പെടെയുള്ള ജാബാലിയെ പോലെയുള്ള എല്ലാത്തിനും തൻ്റെതായ ആ വേദത്തിന് വിരുദ്ധമായിട്ടുള്ളവര്, ആസ്തികന്മാര് നാസ്തികന്മാരെന്ന് പറയും. ആസ്തികൻ എന്ന് പറഞ്ഞാൽ വേദവിധി അനുസരിച്ച് ജീവിക്കുന്നവര്, നമ്മളെപ്പോലെ ഉള്ളവരൊക്കെ. നമ്മളൊക്കെ ഒരു പരമ്പരയിൽ ജനിച്ചു വളർന്ന ഒരു ചിട്ടയും ശീലമൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഇപ്പം നിലവിളക്ക് കൊളുത്തൽ മുതൽ നമ്മൾ കുറിയിടുന്നത് മുതലൊക്കെ അതിലെ തുടർന്നാണ്. അത് ആസ്തികരെന്ന് പറയും. ഇതിനെയൊക്കെ എതിർക്കുന്ന, ഇതൊന്നും ഇല്ല എന്ന് വാദിക്കുന്ന നാസ്തികരുടെ ആളായി അതിനെ ആയി ഉദ്ധരിക്കുന്ന ആ ജാബാലിയെ പോലുള്ള മന്ത്രിമാരും ഈ ധർമ്മരാജൻ ഉണ്ടായിരുന്നു എന്നാണ്. 8 പേരെ അവിടെ സൂചിപ്പിക്കും. ദൃഷ്ടി, ജയന്തൻ, വിജയൻ, സിദ്ധാർത്ഥൻ, അർത്ഥസാധകൻ, അശോകൻ, മന്ത്രപാലകൻ, സുമന്ത്രര്. ഇങ്ങനെയുള്ള 8 മന്ത്രിമാരാണ് അദ്ദേഹത്തിന്റെ കൂടെ, ധർമ്മരാജന്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഋഷിമാര്, അതും വസിഷ്ഠൻ, വാമദേവര്, ജാബാലി ഉൾപ്പെടെയുള്ളവര്, അങ്ങനെയുള്ള ആ ഒരു തനിക്ക് ഉപദേശം തരാൻ വേണ്ട ഇത്തരത്തില് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ധർമ്മരാജനായിരിക്കുന്ന ദശരഥന് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ സന്താനങ്ങൾ ഉണ്ടായില്ല. ഒരിക്കല് സനൽകുമാര മഹർഷിയിൽ നിന്നൊരു അനുഗ്രഹമൊക്കെ കിട്ടി, സന്താനം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമൊക്കെ വന്നു ജീവിതത്തില്. പിന്നീട് കുറെ കാലം കഴിഞ്ഞു, ഭഗവാൻ സനൽകുമാരൻ ഒക്കെ അനുഗ്രഹിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് സന്താനം ലഭിക്കുന്നില്ല? അപ്പോഴാണ് ഈ ഋഷ്യശൃംഖനെ കുറിച്ച് ഓർമ്മ വന്നത്. വസിഷ്ഠൻ പറഞ്ഞു, വിഭാണ്ഡകപുത്രനായിരിക്കുന്ന ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന ഒരു യാഗം ചെയ്യിച്ചാല്, അതും പുത്ര കാമ ഇഷ്ടി. ഇഷ്ടി എന്ന് പറഞ്ഞാൽ വേദകർമ്മം എന്നാണ്. അതിനുപയോഗിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ഇഷ്ടിക എന്ന് പറയുന്നത്. ഇഷ്ടി എന്ന് പറയുന്ന അഗ്നിക്രിയ എന്നാണ് അതിനെ സൂചിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ പുത്രകാമേഷ്ടി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, സാൺ സന്താനം ഉണ്ടാകണം എന്ന് അല്ല ആ വാക്കിന്റെ അർത്ഥം. ഇതേ പുത്രകാമേഷ്ടി നടത്തിയാണ് മിഥിലാധിപനായ സീരധ്വജന് സീതയെ ലഭിച്ചത്, ആകാശരാജാവിന് പത്മാവതിയെ ലഭിച്ചത്. ഇതൊക്കെ അപ്പൊ ആൺകുട്ടി ഉണ്ടാകണം എന്നുള്ള സങ്കല്പം അത് എടുക്കുന്നത് ഈ യാഗത്തിന്റെ പുത്രകാമേഷ്ടി എന്നുള്ള ഒരൊറ്റ പേരാണ്. അത് സന്താന സൗഭാഗ്യം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് ആ യാഗം നടക്കപ്പെടുക. അപ്പൊ അതിനു വേണ്ട കാര്യങ്ങളെ ചെയ്യണം. അപ്പൊ ഋഷ്യശൃംഖന്റെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അയോധ്യാധിപതിയായിരിക്കുന്ന ദശരഥൻ തൻ്റെ ദൂതനെ അയക്കുന്നു. തൻ്റെ മകളാണല്ലോ, അങ്ങനെ ക്ഷണിക്കുന്നു. ശാന്തയും അതോടൊപ്പം തന്നെ ഋഷ്യശൃംഖനും അയോധ്യയിലേക്ക് എത്തിച്ചേരുന്നു. കുറെ കാലം അവിടെ വസിക്കുന്നു. വസിക്കുന്ന കൂട്ടത്തിലാണ്, വന്ന ഉടനെ തന്നെ അല്ല തൻ്റെ കാര്യം പറഞ്ഞത്. കുറെ ദിവസങ്ങൾ തൻ്റെ മകളും മരുമകനും ഒക്കെയാണ്. അങ്ങനെയുള്ള അവരുടെ കൂടെ ചെലവഴിച്ച് ഒരിക്കൽ ദശരഥൻ തൻ്റെ ആഗ്രഹം അവിടെ ഋഷ്യശൃംഖനോട് പറഞ്ഞു, എനിക്ക് സന്താനം ലഭിക്കാനായിട്ട് പുത്രകാമേഷ്ടി നടത്തിയാൽ കൊള്ളാം എന്നുണ്ട്. അപ്പൊ പറഞ്ഞു, അല്ലയോ രാജാവേ, ആദ്യം തന്നെ വേണ്ടത് അശ്വമേധയാഗം നടത്തണം. അപ്പൊ അങ്ങയ്ക്ക് അനുഗ്രഹമുണ്ട് സന്താനം ഉണ്ടാകണമെന്ന്. പക്ഷെ എന്താ കുഴപ്പം? കർമ്മ ദുരിതം അങ്ങയെ ബാധിച്ചു. അതെങ്ങനെ ബാധിക്കും? ധാർമ്മികമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു രാജാവിന് എങ്ങനെയാണ് ദുഷ്കർമ്മ ദുരിതം ഉണ്ടാകുന്നത്? അതാണ് ശാസ്ത്രത്തിൽ പറയപ്പെടുക. ഇതിന് നമ്മുടെ കേരളത്തിലും ഒരു കഥയുണ്ട്. ഉദ്ദണ്ഡശാസ്ത്രികളും കാക്കശ്ശേരിയും തമ്മിലുള്ളൊരു കഥയുണ്ട്. ഇതേ കഥ തന്നെ യാമുനാചാര്യര് നിർത്തിക്കൊണ്ട് തമിഴില് ഒരു കഥയുണ്ട്. രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പണ്ഡിതന്മാര് വന്ന് തർക്കശാസ്ത്രം, പണ്ടൊക്കെ യുദ്ധം കൊണ്ട് തോൽപ്പിക്കുന്നതിനേക്കാൾ മാരകമായ മുറിവ് അല്ലെങ്കിൽ വേദനയാണ് തർക്കത്തിൽ തോറ്റുപോയത്. തർക്കത്തില് ഒരു വിഷയത്തെ എടുത്തു ആ തർക്കശാസ്ത്രത്തിൽ തോറ്റുപോയ അപമാനഭാരം മൂലം അയാൾ സ്വയം ജീവൻ ഒടുക്കുന്നാണ്. ഒരു ആയുധം പോലും വേണ്ട മുറിവേൽപ്പിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് കാക്കശ്ശേരി എന്ന് പറയുന്ന
നിരന്തരം ഉദ്ദണ്ഡ ശാസ്ത്രികൾ വന്ന് അവിടെ പണ്ഡിത സദസ്സില് രാജ്യത്തിലെയുള്ള പണ്ഡിതന്മാരെയൊക്കെ തോൽപ്പിക്കുന്ന കാലം വന്നപ്പോ ഒരിക്കലും രാജാവ് ചോദിച്ചു, അവിടെയുള്ള പണ്ഡിതന്മാരോട് പുരോഹിതന്മാരോടൊക്കെ ചോദിച്ചു, ഇതിനൊരു പ്രതിവിധി ഇല്ലേ? അങ്ങനെ അവരെല്ലാവരും ആ സമയത്ത് ഗർഭവതിയായ ഒരു സ്ത്രീക്ക്, ബ്രാഹ്മണ സ്ത്രീക്ക് അവര് ജപം ചെയ്ത് ജലവും മറ്റും ഒക്കെ കൊടുത്ത് അങ്ങനെ ആ സങ്കല്പത്തോടു കൂടി ജനിച്ച കുട്ടിയാണ് കാക്കശ്ശേരി. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്വാനായിരുന്നു. പിന്നീട് ഈ പണ്ഡിത സദസ്സിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് തന്നെ ചോദിക്കും, ഈ ആ ചെറിയ കുട്ടിയാണോ എന്നോട് വാദപ്രതിവാദത്തിന് വരുന്നത്? ആകാരം കണ്ടു കഴിഞ്ഞാൽ ഹ്രസ്വമാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി അപ്പോ എടുത്ത മറുപടി പറഞ്ഞു, ആകാരം ദീർഘമാണ്, ഹ്രസ്വമല്ല. അപ്പോ തന്നെ തന്റെ വരവറിയിച്ചു എന്നാണ്. അപ്പൊ അവിടെ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു രാജാവ് പറയേണ്ടത്, കാക്കശ്ശേരി മറുപടി പറയേണ്ടത് പറയുന്ന കാര്യത്തെ ആണ് എന്ന് സമർത്ഥിക്കണം. പറഞ്ഞു, രാജാവിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പറഞ്ഞത്, നമ്മുടെ രാജാവ് ഒരു പാപിയാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് എന്താണ്? പാപിയാണ് എന്ന് സ്ഥാപിച്ചു കൊടുക്കണം. രാജാവ് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോ അവിടെ ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ മുമ്പിൽ അവിടെ കാക്കശ്ശേരി പറഞ്ഞു, അതെ, രാജാവ് പാപിയാണ്. കാരണം നാട്ടിലെ ജനങ്ങൾ ചെയ്യുന്ന പാപങ്ങളുടെ ഒരു പങ്ക് രാജാവിലേക്ക് എത്തിച്ചേരും. ഏത് മേഖലയിലും അതാണ്. ആചാര്യസ്ഥാനം, പുരോഹിത സ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളില് അവരുടെ ആ പുരോഹിതന്മാരുടെ ശിഷ്യന്മാരെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കർമ്മഫലം ആചാര്യനിലേക്ക് എത്തിച്ചേരും എന്നതുപോലെയാണ് ഒരു രാജ്യത്തിലെ ഭരണാധികാരി ആ രാജ്യത്തിലെ ജനങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മവും ദുഷ്കർമ്മത്തിന്റെയും ഫലം തന്നിലേക്ക് എത്തിച്ചേരും. ഇതുകൊണ്ടാണ് പൃഥുവിന്റെ രാജ്യകാലഘട്ടത്തില് പൃഥു ചക്രവർത്തി എന്തു ചെയ്തു? ജനങ്ങൾക്ക് വേണ്ട എല്ലാ നിത്യനിദാന കാര്യങ്ങളെയും നിർവഹിച്ചിട്ട് എന്ത് ചെയ്തു? രാജ്യം മുഴുവൻ യജ്ഞങ്ങളെ കൊണ്ടാടി, ഭഗവത് കഥകളെ പറഞ്ഞുകൊടുത്തു, നിരന്തരം യജ്ഞങ്ങളെ നടത്തി ജനങ്ങളെ ഉള്ളിലെ സൽക്കർമ്മവാസനയെ സൃഷ്ടിച്ചു. സൽക്കർമ്മങ്ങൾ ജനങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ രാജാവിന് സ്വാഭാവികമായിട്ടും അതിന്റെ ഫലവും ലഭിക്കും. ദുഷ്കർമ്മമാണെങ്കിൽ അതിന്റെ കർമ്മഫലവും. അതുകൊണ്ട് ഇവിടെ അത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. അവിടെ രാജാവാകുന്ന ദശരഥന് നിരവധി ജനങ്ങൾ ചെയ്യുന്ന കർമ്മഫലം വന്നു ചേർന്നു. അതിനെ ഇല്ലാതാക്കണം ആദ്യം. അങ്ങനെയാണല്ലോ, നമുക്കൊരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ അനുഗ്രഹത്തിന് നമുക്ക് യോഗ്യതയുണ്ട്. പക്ഷെ എന്താ തടസ്സം? നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേർന്ന കർമ്മദുരിതം, അതിനെ മാറ്റണം ആദ്യം. അതിനുവേണ്ടി അശ്വമേധയാഗം നടത്തി എന്നാണ്. ഈ അശ്വമേധയാഗം നടത്തുന്നതും നമ്മൾ പറഞ്ഞു ചിത്തിര മാസം. അത് ഇപ്പോ മേടമാസം എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം വരും. അത് ഈ 365 ദിവസവും 360 ദിവസവും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് രാമനവമി ആഘോഷിക്കുന്ന സമയത്തല്ല നമ്മളുടെ ഇവിടെ പുണർദം, മേടത്തിൽ പുണർദമായിട്ടാണ് ഭഗവാന്റെ പിറന്നാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. രാമനവമി ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ഇത് തമ്മിലൊരു വ്യത്യാസം ഈ ദിവസങ്ങൾ എടുക്കുമ്പോൾ വരും. അപ്പോ എന്നാലും അത് പറയപ്പെടുന്നത് ചിത്തിരമാസം എന്നറിയപ്പെടുന്ന മാസത്തിലാണ് അശ്വമേധയാഗം ആരംഭിച്ചത്. ഈ അശ്വത്തെ ആദ്യം ഒരുക്കി സമ്പൂർണ്ണ രാജ്യത്തിലേക്കും പറഞ്ഞു വിടുന്നു എന്നാണ്. ഒരു ചക്രവർത്തിക്കാണ് അശ്വമേധയാഗം നടത്താനുള്ള യോഗ്യതയുള്ളൂ. ഈ ചക്രവർത്തി ആകാൻ എന്ത് വേണം? രാജസൂയ യാഗം നടത്തണം. അതാണ് യുധിഷ്ഠിരന് തനിക്ക് വിഹിതമായിട്ട് കിട്ടിയ ആ ഖാണ്ഡവ വനത്തെ ദഹിപ്പിച്ച ആ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നുകൊണ്ട് ആദ്യം നടത്തിയത് രാജസൂയ യാഗമാണ്. പിന്നീടാണ് അത് മുഴുവൻ നഷ്ടപ്പെട്ട് യുദ്ധം വേണ്ടി വന്നു, തിരിച്ച് രാജ്യമൊക്കെ ലഭിച്ച് പിന്നീടാണ് അശ്വമേധയാഗം യുധിഷ്ഠിരൻ നടത്തിയത്. അപ്പൊ ഇതുപോലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആ അശ്വത്തെ പറഞ്ഞയച്ച് എല്ലാ രാജ്യങ്ങളിലെയും പോയി അനുമതിയൊക്കെ നേടി 12 മാസം തികയുന്ന സന്ദർഭത്തില് അശ്വം, ആ കുതിര അവിടെ എത്തിച്ചേർന്നു. പിന്നീട് ആ അശ്വമേധയാഗം 3 തവണ നടത്തിയെന്നാണ് ദശരഥൻ. പിന്നീട് ആ 3 തവണയും നടത്തി. അതിനുശേഷവും പിന്നീടും നിരവധി കർമ്മങ്ങളെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആ കർമ്മങ്ങളെയൊക്കെ വിസ്തരിച്ച് വാൽമീകി മഹർഷി പറയുന്നുണ്ട്. ഏതെല്ലാം ഹോമങ്ങള് ആണ്, യാഗങ്ങളാണ് നടത്തിയത്. ആയുർജിത്ത് എന്ന് പറയുന്ന യാഗം നടത്തി, അതിരാത്രം നടത്തി.
പിന്നീട് അഗ്നി എന്നറിയപ്പെടുന്ന ഒരു അഗ്നിയാഗം നടത്തി, മുക്ത്യം എന്നറിയപ്പെടുന്ന യാഗം നടത്തി. അവിടെയൊക്കെ ധാരാളം ദാനം ചെയ്തു. ലക്ഷക്കണക്കിന് പശുക്കള്, സ്വർണം, ഇതൊക്കെ ദാനം ചെയ്തു. അങ്ങനെ ഒരിക്കല് ഒരു ബ്രാഹ്മണൻ വന്നു എന്നാണ്, വേദം പഠിച്ച ആളാണ്. അപ്പോ ആ ബ്രാഹ്മണൻ വന്ന് ദാനം ചോദിച്ച സമയത്ത് ആ ബ്രാഹ്മണനെ കണ്ട് സന്തോഷമായിട്ട് അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ തളയെ എടുത്ത് കൊടുത്തു എന്നാണ്. അപ്പൊ ഇത് കണ്ട് സന്തോഷവാനായ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങയ്ക്ക് മക്കള് ഉണ്ടാകട്ടെ, മകനുണ്ടാകട്ടെ എന്നല്ല, മക്കളുണ്ടാകട്ടെ എന്ന് അനുഗ്രഹവും കിട്ടി. അപ്പോ ഒന്നിലധികം കുട്ടികൾ ഉണ്ടാകും എന്നുള്ളൊരു സന്തോഷവും അദ്ദേഹത്തിന് വന്നു എന്ന് ഒക്കെ വാൽമീകി അതിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. പിന്നീടാണ് ഉത്തരകാമേഷ്ടി യാഗം അവിടെ ഋഷ്യശൃംഖൻ ആരംഭിക്കുന്നത്. ദേവതകളൊക്കെ വന്നു ഹവിസ് സ്വീകരിക്കാനായിട്ട്. എല്ലാ ദേവതകളും വന്ന് ഇരുന്നു. പൂർണാഹൂതി ചെയ്യുന്ന സന്ദർഭത്തിൽ സാക്ഷാൽ വൈകുണ്ഠാധിപനായിരിക്കുന്ന പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. അങ്ങനെയായിരിക്കുന്ന ആ സാക്ഷാൽ നാരായണൻ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് ആ വേദിയിലേക്ക് ആവിർഭവിച്ചു ദേവതകളുടെ മുമ്പില്. അവിടെയാണ് ദേവതമാര് എല്ലാവരും ചേർന്ന് ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള ദേവതകൾ മുഴുവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. വധായാം ദേവശത്രുണാം നൃണാം ലോകേ മനഃകുരു. ഇതാണ് അവര് പറഞ്ഞത്. രാവണനെ വധിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മള് ഭൂമിഭാരത്തെ തീർക്കാൻ ഭഗവാനെ അങ്ങ് അവതരിക്കണേ എന്ന് ഭൂമിദേവി പറഞ്ഞത് ഭാഗവതത്തിലൂടെ നമ്മൾ കേൾക്കും. ഇവിടെ അതേപോലെ തന്നെയുള്ള സന്ദർഭം. പക്ഷെ ഇവിടെ ദേവതകള്, ഏത് ദേവതകള്? ഈ ഋഷ്യശൃംഖം നടത്തുന്ന പുത്രകാമേഷ്ടി യാഗത്തിന്റെ അവസരത്തില് യാഗത്തിന്റെ ഭാഗം സ്വീകരിക്കാൻ വന്ന ഇന്ദ്രാദി ദേവതകള്, ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ളവര് മുഴുവനും അവിടെ എത്തിച്ചേർന്ന സന്ദർഭത്തിലാണ് സാക്ഷാൽ വൈകുണ്ഠനാഥനായ വിഷ്ണു പൂർണാഹുതി സ്വീകരിക്കാൻ എത്തിച്ചേരുമ്പോ അവര് ആവശ്യപ്പെടുന്നത് വധായ ദേവശത്രുണാം നൃണാം ലോകേ മനഃകുരു. ദേവശത്രുണാം എന്നാണ്. അപ്പൊ ഒന്നിലധികം ശത്രുക്കള് ഉണ്ടെന്നാണ് ദേവന്മാർ പറഞ്ഞത്. അതൊക്കെയാണ് ഈ വാക്കിലെ വളരെ സൂക്ഷ്മതലത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വെറുതെ ഒരു രാവണനെ വധിക്കണം എന്നല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ ഭഗവാൻ ആയുധധാരിയായിട്ടാണ് വരുന്നത്. എന്തിനാ ഭഗവാൻ ആയുധധാരിയായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ഗോവിന്ദരാജര് അതിനും വ്യാഖ്യാനത്തിൽ പറയും, ഭക്തൻ എപ്പോഴും രക്ഷ കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കൈകളില് ആയുധമുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഭക്തനെ സംബന്ധിച്ച് മനസ്സിനൊരു ഉറപ്പാണ്, എന്നെ രക്ഷിക്കാൻ എൻ്റെ നാരായണനുണ്ട്. ആ നാരായണൻ ആയുധധാരിയായിട്ടാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന മാത്രയില് നമ്മളുടെ ഉള്ളില് എന്തെന്നില്ലാത്ത ഒരു മനോബലം, മനസ്സിന്റെ ബലം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഭഗവാൻ അത്തരത്തില് നമ്മളുടെ മുമ്പില് വിഗ്രഹ രൂപത്തില്, അർച്ചന വിഗ്രഹ രൂപത്തില് നമ്മളുടെ മുമ്പിലൊക്കെ ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മളുടെ മുമ്പില് അവതരിക്കുന്ന ഭഗവാന്റെ അർച്ചാവതാരങ്ങള്. ശ്രീരംഗത്ത് ചെന്നാൽ ഒരു വിശേഷപ്പെട്ട സന്നിധിയുണ്ട്. അവിടെ വാസുദേവനായിരിക്കുന്ന കൃഷ്ണൻ, സാധാരണ ചക്രൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാനാണെങ്കിൽ ശ്രീരംഗത്ത് ഒരു പ്രത്യേകതയുണ്ട്. ചക്രൻ കയ്യിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന ആ ഒരു മൊമെന്റിലുള്ള, കയ്യിൽ നിന്നും ചക്രം, സുദർശന ചക്രം പുറത്തേക്ക് വരുന്ന ആ ഭാവത്തില് നമുക്ക് ആ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. ചക്രം മുന്നിലേക്ക് കുതിക്കുന്ന ആ രംഗത്തെ സൂചിപ്പിക്കുന്ന വിഗ്രഹം ശ്രീരംഗത്ത് നമുക്ക് കാണാൻ സാധ്യമാകും. അങ്ങനെയുള്ള ആ ഭഗവാൻ ഇവിടെ എത്തിച്ചേർന്നു. ദേവന്മാര് ഇത്തരത്തിൽ പറഞ്ഞു. ഈ പ്രധാനമായിട്ടും വധായം ദേവശത്രുണാം നൃണാം ലോകേ മനഃകുരു. അപ്പൊ 4 ശത്രുക്കൾ ഏതാണ് എന്നാണ് ഇത് കേൾക്കുന്ന ഗോവിന്ദരാജരുടെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഒന്ന് രാവണൻ, മറ്റൊന്ന് രാവണി, ഇന്ദ്രജിത്ത്, പിന്നീടൊന്ന് തീയരായിരിക്കുന്ന അല്ലെങ്കിൽ ദുഷ്ടന്മാരായിരിക്കുന്ന ഗന്ധർവന്മാര്, മറ്റൊന്ന് ലവണാസുരൻ. ഈ 4 തരത്തിലുള്ള ശത്രുക്കള്, ദേവന്മാർക്ക് ശത്രുക്കളായിട്ടുള്ളവര് ഈ ലോകത്തിലുണ്ട്. ഭഗവാനെ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയില് ധർമ്മത്തെ പുനഃസ്ഥാപിക്കണം എന്ന് ഭഗവാനോട് ആവശ്യപ്പെടുമ്പോ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ദേവന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുന്നു. 10 വർഷ സഹസ്രാണ
ഞാൻ ഭൂമിയില് മനുഷ്യനായിട്ട് അവതരിക്കുന്നു. എങ്ങനെയാ? ദശവർഷ സഹസ്രാണാം. പക്ഷെ രാമന്റെ ചരിത്രത്തിൽ എത്രയാ? 11,000 ഏകാദശമാണ്. പക്ഷെ ഇവിടെ ദശവർഷ സഹസ്രാണാം എന്ന് അവിടെ സൂചിപ്പിക്കാനും കാരണമുണ്ട്. 10 വർഷം സീതയോടുകൂടി, അല്ലെങ്കിൽ 10,000 വർഷം സീതയോടുകൂടി, 1 വർഷം സീത ഇല്ലാതെയും, അങ്ങനെ 2 ഭഗവാൻ പറഞ്ഞതെന്നാ വാൽമീകി പറഞ്ഞത്. ദശവർഷ സഹസ്രാണ്. പിന്നീട് ഭഗവാൻ അവിടെ ദശരഥന്റെ പുത്രനായിട്ട് അവിടെ പൂർണാഹൂതി നടക്കുന്ന സമയത്ത് ഇതെല്ലാം നടക്കുന്നത്. ഋഷ്യശൃംഗൻ പൂർണാഹൂതി അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു. പൂർത്തിയായ സമയത്ത് അതിൽ നിന്നും ഒരു ദേവത ആവിർഭവിച്ചു എന്നാണ്. ആ ദേവതയുടെ രൂപങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് വാൽമീകി പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഇദ്ദേഹത്തിന്റെ കയ്യില് ഒരു വളരെ മനോഹരമായിരിക്കുന്ന ഒരു വെള്ളിപ്പാത്രവും, ആ വെള്ളിപ്പാത്രത്തിന്റെ മൂടിയായിട്ടിരിക്കുന്നത് ഒരു സ്വർണമയമായിരിക്കുന്ന ഒരു വസ്തുവായിരുന്നു എന്നാണ്. അങ്ങനെ ഈ സ്വർണവും വെള്ളിയും കൂടിയാണ് ഒരേ പാത്രത്തില് അതില് പ്രസാദമായിട്ട് ആ യജ്ഞപുരുഷൻ ആവിർഭവിച്ചത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയപ്പെടുക? സ്വർണവും വെള്ളിയും. അപ്പൊ ഇതിനൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണും. ഈ സ്വർണം എന്ന് പറയുന്ന ലോഹത്തിനൊരു പ്രത്യേകത, നമ്മളുടെ ശരീരത്തിലെ ചൂടിനെ പുറത്തേക്ക് പ്രവഹിപ്പിക്കും. അതുകൊണ്ടാണ് ക്ഷത്രിയര്, രാജാക്കന്മാര്, രജോ ഗുണം കൂടുതലുള്ളവര് സ്വർണം അധികമായിട്ട് ധരിക്കുന്നത്. അവരുടെ ശരീര ചൂടിനെ ഇത് നിലനിർത്തും. കൂടുതലുണ്ടെങ്കിൽ ഇതിനെ പുറത്തേക്ക് കളയും. എന്നാൽ വെള്ളിയുടെ പ്രത്യേകത എന്താ? ഉള്ള ചൂടിനെ അങ്ങനെ തന്നെ നിലനിർത്തും. അതുകൊണ്ടാണ് വെള്ളിപ്പാത്രത്തില്, അല്ലെങ്കിൽ നമ്മള് പായസ നിവേദ്യങ്ങളൊക്കെ വെള്ളിപ്പാത്രത്തിൽ കൊടുക്കുക. വെള്ളിയുടെ പ്രാധാന്യം ഉള്ള ചൂടിനെ നിലനിർത്തും. സ്വർണത്തിലാണെങ്കിൽ കൂടുതൽ ചൂടുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കളഞ്ഞ് അതിന്റെ ഊഷ്മാവിനെ നിലനിർത്തും. ഇതിനെയൊക്കെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നതാണ്. ഈ പാത്രത്തിന്റെ തന്നെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിന്റെ മഹത്വത്തെ വാൽമീകി അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ആ പായസവുമായിട്ട് അവര് യജ്ഞപുരുഷൻ അവിടെ ആവിർഭവിച്ചു. ആ യജ്ഞപുരുഷന്റെ അടുത്ത് നിന്നും ദശരഥൻ ആ പായസ പ്രസാദത്തെ സ്വീകരിക്കുന്നു. നമ്മള് മധ്യാഹ്നത്തിൽ പറഞ്ഞു, ആ സ്വീകരിച്ച പ്രസാദത്തെ, യജ്ഞത്തിന്റെ പ്രസാദമാണ്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നി കൈകേയിയാണ്. അതുകൊണ്ട് കൈകേയിയെ വിളിച്ച് ആദ്യം കൊടുത്തു എന്നല്ല വാൽമീകി പറഞ്ഞത്. ആദ്യം അർഹതപ്പെട്ടത് തന്റെ ആദ്യ പത്നിയായ കൗസല്യ. ആ കൗസല്യക്ക് കിട്ടിയ പായസത്തിന്റെ അർത്ഥം പകുതി നേരെ കൊടുത്തു എന്നാണ്. പിന്നെ ഉണ്ടായിരുന്ന ആ പകുതിയുടെ പകുതി അത് തന്റെ രണ്ടാമത് പത്നിയായ സുമിത്രയ്ക്ക് കൊടുത്തു എന്നാണ്. പിന്നീടുള്ള പകുതിയുടെ പകുതി കൈകേയിക്ക് കൊടുത്തു എന്നാണ്. കാരണം ആ സ്ഥാനം നോക്കുമ്പോ അങ്ങനെ വരൂ. കൈകേയിയോട് ഇഷ്ടം കൂടുതലുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ കൊടുക്കാം. യജ്ഞത്തില് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് ഇത് നമ്മൾ മധ്യാഹ്നത്തിലും പറഞ്ഞു, ഒരു യജ്ഞത്തിൽ ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന ആ ഓരോ ചിട്ടയെ അനുസരിച്ച് വേണം അവിടെ ആ യജ്ഞപ്രസാദത്തെ കൊടുക്കാനും എന്ന് സൂചിപ്പിക്കുന്നു. ഏതായാലും അതിനെ സ്വീകരിക്കുന്നു. കൗസല്യ അതിനെ ആദ്യം സ്വീകരിക്കുന്നു. പിന്നീട് കൈകേയിയാണ് രണ്ടാമത് സ്വീകരിച്ചത്. സുമിത്രയ്ക്ക് കിട്ടിയെങ്കിലും കൈകേയിയാണ് സ്വീകരിച്ചത്. സുമിത്ര കാത്തിരുന്നു. കാരണം കൗസല്യയ്ക്കും കൈകേയിക്കും ജനിക്കുന്ന പുത്രന്മാർക്ക് അവരുടെ കിങ്കരനായിട്ട്, അവരുടെ ദാസന്മാരായിട്ട് എൻ്റെ പുത്രൻ ഇരിക്കണം എന്നുള്ള സങ്കല്പത്തില് ഇവര് രണ്ടും ആഹരിച്ചതിന് ശേഷമാണ് സുമിത്ര ആ പായസപ്രസാദത്തെ സ്വീകരിക്കുന്നത്. ഇത് കണ്ടപ്പോ, ആ ധർമ്മബോധം തന്റെ പത്നിയിൽ കണ്ടപ്പോ, ധർമ്മരാജനായിരിക്കുന്ന ദശരഥൻ ബാക്കി വരുന്ന ആ ഒരു പങ്ക് കൂടി സുമിത്രയ്ക്ക് കൊടുക്കുന്നു. ഇപ്പോ ആ പായസത്തിന്റെ പകുതിയോളം കൗസല്യക്ക് കിട്ടി. അതിന്റെ ഒരു പിന്നീട് വരുന്ന പകുതിയുടെ 1/4 ഭാഗവും സുമിത്രയ്ക്ക് കിട്ടി. പിന്നീട് വരുന്ന ഒരു 1/4 ഭാഗമാണ് അവിടെ കൈകേയിക്ക് കിട്ടിയത്. അങ്ങനെ 12 മാസം ഗർഭം പൂർത്തിയായി. നമ്മൾ കേട്ട് 10 മാസം അല്ലെ ഗർഭം, ഇതിന്റെ 12 മാസം. ഇതൊക്കെ എങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇതില്. ചോദ്യങ്ങൾ വരുമ്പോഴാണ് അതിന് ഉത്തരം വ്യാഖ്യാനത്തിൽ അവിടെ പറയപ്പെടുന്നത്. 2 മാസം എങ്ങനെയാണ് ഒരു അച്ഛൻ, ഒരു പുരുഷന്റെ ഉള്ളില്, ആ ബീജത്തിന്റെ ഉള്ളില് ഈ സന്താനം ഉണ്ടെന്നാണ്. പിന്നീടാണ് ഗർഭപാത്രത്തിലേക്ക് വരുന്നതും. അങ്ങനെയാണ് 12 മാസം പൂർത്തിയാകുന്നത് എന്നാണ്. ഇവിടെ ഒരു പായസത്തിൽ നിന്നായതുകൊണ്ട്, ഈ ഗർഭം സ്വീകരിക്കുന്നത് ഒരു പായസ പ്രസാദത്തിൽ നിന്നായതുകൊണ്ട് 12 മാസം അവിടെ ആ ഗർഭത്തെ കൊണ്ടു നടന്നു എന്നാണ് വാൽമീകി അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ
ആ 12 മാസം, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്നത് അശ്വമേധ യാഗം നടത്തിയത് അത് ഈ ഗംഗയുടെ തെക്കേ തീരത്ത് ഇരുന്നു കൊണ്ടാണ് നടത്തിയത്. അത് നടത്തിയ മാസം ചിത്തിര മാസം, അല്ലെങ്കിൽ നമ്മൾ മീനമാസം, മീനോ മീടത്തിന്റെ ഇടയിൽ വരുന്ന മാസം, അവിടെ ആരംഭിച്ചു അശ്വമേധയാഗം. പിന്നീട് പുത്രകാമേഷ്ടി യാഗം, അതിനും അതേ കാലം തന്നെ അവിടെയാണ് ആ പ്രസാദം സ്വീകരിച്ച് പിന്നീടൊരു ചിത്തിരമാസമായപ്പോഴാണ് ഇവരൊക്കെ ഗർഭം പൂർത്തിയായി ആ ശ്രീരാമചന്ദ്രൻ പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ പുനർവസു നക്ഷത്രത്തില്, പുണർദം നക്ഷത്രത്തില് ഭഗവാൻ തിരുവവതാരം ചെയ്തു. മധ്യാഹ്നത്തില് നമ്മൾ കേട്ടു.